पेज नंबर 50 IT पार्क എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. केरल भारत का एक प्रमुख सूचना प्रौद्योगिकी केंद्र है. इसके विभिन्न जिले में फैले हुए कई महत्वपूर्ण IT पार्क इन स्थिति को മജ്ബൂത് करते हैं. അപ്പം കേരളം എന്ന് പറയുന്നത് ഭാരതത്തിൽ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള IT സെൻ്ററാണ്, ഇൻഫോർമേഷൻ ടെക്നോളജി സെൻ്ററാണ്. ഇത് इसके विभिन्न ജില്ലോ में ഫയൽ ഇതിൻ്റെ പല ജില്ലകളിലായിട്ട്, കേരളത്തിലെ പല ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന മെയിൻ IT പാർക്കുകൾ ഈ ഒരു സ്ഥിതിന്, അതായത് ഈ നമ്മൾ ഭാരതത്തിൽ വെച്ചിട്ട് പ്രമുഖ IT കേന്ദ്ര എന്ന് പറയുന്ന ആ ഒരു അവസ്ഥേനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. IT പാർക്ക് കൈ ഭാരതീയ और വിദേശി കമ്പനിയോ का घर है. നമ്മളിവിടെ IT പാർക്ക് എന്ന് പറയുന്ന പല ഒരുപാട് ഇന്ത്യൻ അതുപോലെ തന്നെ വിദേശി കമ്പനികളുടെ ഒരു ഹോം ആയിട്ട് അറിയപ്പെടുന്നു. इन IT पार्कों में केरल के साथ साथ भारत और विश्व भर के लोगों काम करते हैं. ഈ IT പാർക്കിൽ കേരളത്തിലെയും നമ്മുടെ ഇന്ത്യയിലെയും അതുപോലെ തന്നെ വേൾഡിലെ തന്നെ ഒരുപാട് വിശ്വഭർക്കെ ലോകം, ഒരുപാട് ആൾക്കാർ, വേൾഡിലെ തന്നെ കുറേ ആൾക്കാർ ഈ IT പാർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ദേശ് और विदेश जब एक IT पार्क में एक होते तो यहाँ पर आर्थिक, सामाजिक और सांस्कृतिक विकास भी होता है. അപ്പം നമ്മുടെ നാട്ടിലെയും അതുപോലെ തന്നെ വിദേശത്തെയും സമൂഹത്തിലെ ആൾക്കാർ ഒരു IT പാർക്കിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ ഇവിടുത്തെ ഇക്കണോമിക് അതുപോലെ തന്നെ സോഷ്യൽ അതുപോലെ സാംസ്കൃതിക് വികാസം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. പിന്നെ കേരള ടെക്നോളജി ഹബ്ബ് बनने की दिशा में अग्रसर है. നമ്മുടെ കേരളം ടെക്നോളജി ഹബ്ബായി മാറുന്നതിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നോക്കുന്നത് കേരളത്തിലത്തെ മെയിൻ IT പാർക്കുകളും അതിലെ പ്രമുഖമായിട്ടുള്ള അതിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖമായിട്ടുള്ള കമ്പനികളാണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ് IT പാർക്ക് എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. 1990 ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ഭാരതത്തിലെ ആദ്യത്തെയും അതുപോലെ തന്നെ ഏറ്റവും വലുതുമാണ്. അതായത് 760 ഏക്കറിലധികം ക്ഷേത്രത്തിൽ ഏരിയാസിൽ ഇത് പരന്ന് കിടക്കുന്നുണ്ട്. അത്രയും വലുതുമാണ്. അപ്പം एक ആത്മനിർഭർ പാരിസ്ഥിതികി തന്ത്ര പ്രദാൻ करता है. അപ്പം ഇതൊരു സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള എക്കോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ जिसमें IT और इलेक्ट्रॉनिक्स कंपनियां, अनुसंधान और विकास केंद्र, शैक्षणिक संस्थान और सहायक सुविधाएं शामिल है. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? IT, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് കമ്പനി, അനുസന്ധാൻ എന്ന് പറഞ്ഞാൽ റിസർച്ച്, അതുപോലെ തന്നെ വികാസ് കേന്ദ്ര ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ സപ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ വരുന്ന പ്രമുഖ കമ്പനികളാണ് ഇനി നോക്കുന്നത്. TCS, ടാറ്റ. TCSൻ്റെ ഫുൾ ഫോം ആണ് പറയുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, വിപ്രോ ലിമിറ്റഡ്, HCL ടെക്നോളജീസ്, IBS സോഫ്റ്റ്വെയർ, പിന്നെ ഒറേക്കൽ ആദി. ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്ന കമ്പനികൾ. നെക്സ്റ്റ് രണ്ടാമത്തെ പാർക്ക് എന്ന് പറയുന്നത് ഇൻഫോ പാർക്ക് കൊച്ചിയാണ്. 2004 ഇൻഫോ പാർക്ക് സ്ഥാപിതമാവുന്നത്. ഇൻഫോ പാർക്ക് കൊച്ചി കേരള രണ്ടാമത്തെ സബ്സെ ബഡ IT പാർക്കാണ് കേട്ടോ. രണ്ടാമത്തെ ഏറ്റവും വലിയ IT പാർക്കാണ്. ഇതിൽ ഏതാണ്ട് 323 ഏക്കറിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെ ये आधुनिक और एक जीवंत व्यावसायिक वातावरण प्रदान करता है. ഇത് മോഡേൺ ആയിട്ടുള്ള അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഫോ പാർക്കിലെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്. സോൺ ആർ പിന്നെ ഗെയർ SE അതായത് നോൺ SEZ, അതുപോലെ തന്നെ ദോനോ തരഹി ഇക്കായാം ഹേ. ഇതിൽ എന്ത് പറഞ്ഞ ആദ്യം പറഞ്ഞത് സ്പെഷ്യൽ എക്കണോമിക് സോണും അതുപോലെ തന്നെ നോൺ SES അതാണ് കേട്ടോ. നോൺ SES രണ്ട് തരത്തിലുള്ള യൂണിറ്റുകളും ഉണ്ട്. इसके കൊച്ചി में 2 चरण है. കൊച്ചിയിൽ അതിൻ്റെ 2 ഫേസ് ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ और ചേർത്തല में ഉപഗ്രഹ കേന്ദ്ര भी है. തൃശ്ശൂരും ചേർത്തലയിലും ഇതിൻ്റെ സാറ്റലൈറ്റ് സെൻറ്റേഴ്സും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രമുഖ കമ്പനി ഇതിൽ വരുന്ന മെയിൻ കമ്പനീസ് പിന്നെ ആദ്യത്തത് കൊഗ്നിസസ്, അതുപോലെ തന്നെ വിപ്രോ, HCL ടെക്നോളജീസ്, ടെക് മഹീന്ദ്ര, IBS, എക്സ്ചേഞ്ചർ എന്നാണ് കേട്ടോ. പിന്നെ തേർഡ് വണ്ണായിട്ട് പറയുന്നത് സൈബർ പാർക്ക് കോഴിക്കോട്. साइबर पार्क केरल सरकार द्वारा उत्तरी केरल में IT और ITES क्षेत्र के विकास को बढ़ाना
बढ़ावा देने के उद्देश्य से स्थापित. അപ്പോൾ ഇത് നോർത്ത് കേരളയിൽ ഐ-ടിൻ്റെ അതുപോലെ തന്നെ ഐ-ടി-എസ് സെക്ടറുകളുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ദ്വാര സ്ഥാപിതമായിട്ടുള്ളതാണിത്. പിന്നെ സൈബർ പാർക്ക് കോഴിക്കോടേക്ക് ഉഭർത്താ ഹുവ ഐ-ടി ഹബ്ബാണ്. ഇതൊരു എമേർജിംഗ് ആയിട്ടുള്ള ഐ-ടി ഹബ്ബാണിത്. പിന്നെ ये आधुनिक बुनियादी ढांचे और सहायक सुविधाओं के साथ एक विश्व स्तरीय आई-टी പരിസ്ഥിതിക്ക് തന്ത്ര പ്രദാൻ करने पर കേന്ദ്രിത് है. ഇത് ഫോക്കസ് ചെയ്യുന്നത് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ സപ്പോർട്ട് ഫെസിലിറ്റീസിൻ്റെയും കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വേൾഡ് ക്ലാസ് ഐ-ടി ഇക്കോ സിസ്റ്റവും കൂടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രമുഖ ഐ-ടി കമ്പനികൾ പറയുന്നത് ടാറ്റ എലക്സി, UL, സൈബർ പാർക്ക് തുടങ്ങിയവയാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ എക്സെട്ര. പിന്നെ ഐ-ടി പാർക്ക് യോഗ്ദാൻ. ഇനി ഈ ഐ-ടി പാർക്സ് നമ്മൾക്ക് തരുന്ന കോൺട്രിബ്യൂഷൻസ്, യോഗ്ദാൻ എന്ന് പറഞ്ഞ കോൺട്രിബ്യൂഷൻസ് ആണ്. എല്ലാത്തിൻ്റെയും നമ്മളിങ്ങനെ യോഗ്ദാൻ പഠിക്കുന്നുണ്ട് കേട്ടോ, കോൺട്രിബ്യൂഷൻസ്. ഐ-ടി പാർക്ക് बड़ी संख्या में प्रत्यक्ष और अप्रत्यक्ष रोजगार के अवसर पैदा करता है. അതെന്ന് വെച്ചാൽ ഐ-ടി പാർക്സ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് ജോലി അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ये न केवल आई-टी पेशेवर के लिए बल्कि सहायक सेवाओं जैसे सुरक्षा, खानपान आदि में भी रोजगार प्रदान करते. കേവലം ഐ-ടി പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഐ-ടി മേഖലയിൽ മാത്രമായിട്ടല്ല, അതുകൂടാണ്ട് തന്നെ സഹായക് സേവായും എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ടിങ് സർവീസസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി, കാറ്ററിങ് അത്തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പാർക്ക് घरेलू और विदेशी दोनों तरह के നിവേഷ് കോ ആകർഷിത് കർത്തേ ഹെ. എന്താ പറയുന്നത് വെച്ചാൽ ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആയിട്ടും ഫോറിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ജിസ് ക്ഷേത്രക്ക് അർത്ഥവ്യവസ്ഥ, അതിലൂടെ നമ്മുടെ റീജിയണിലുള്ള ഇക്കണോമിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഐ-ടി കമ്പനികളുടെ സ്ഥാപന, അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പ് സർക്കാർക്ക് എന്ത് നൽകുന്നു? കർ എന്ന് പറഞ്ഞ ടാക്സ് കൊടുക്കുന്നു എന്നാണ് കേട്ടോ. ടാക്സ് റവന്യൂ നേടാൻ വേണ്ടി സഹായിക്കുന്നു. അതാണ് കർ രാജസ്വി എന്ന് പറഞ്ഞത് കേട്ടോ. ഐ-ടി പാർക്ക് കേരള സർക്കാർക്ക് केरल नॉलेज इकोनॉमी मिशन के तहत भी पढ़े लिखे नौजवानों को പ്രോത്സാഹൻ देती है. അതായത് വെച്ചാൽ KKEM എന്നുള്ളതിൻ്റെ പദ്ധതിൻ്റെ ആ ഒരു മിഷനിലൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിന് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് ആണ് പറയുന്നത്. ഐ-ടി പാർക്ക് से संचालित कई कंपनियां सॉफ्टवेयर और IT सेवाओं का നിര്യാത് കർത്തി ഹെ. അതുപോലെ ഈ ഐ-ടി പാർക്കിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളും സോഫ്റ്റ്വെയറിൻ്റെയും IT സർവീസസിനെയും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെയും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ വിദേശ മണി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഐ-ടി പാർക്ക് ആസ്പത്താൽ, ഹോട്ടൽ, रेस्टोरेंट, परिवहन, आवास और സാമ്പത്തിക മൂല്യവുമേ വൃദ്ധി होती है. ഐ-ടി പാർക്കിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്ന? ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ തന്നെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ഹൗസിങ്, അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ വൃദ്ധി ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് സാമാജിക യോദ്ധാൻ എന്നുള്ളതാണ്. സാമാജിക യോദ്ധാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. റോസ്ഗാർ മുദ്ര ഭണ്ഡാർമേ വൃദ്ധി ഹോത്തി ഹെ. അതായത് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയ്മെൻറ്റിലൂടെ അതായത് ഫോറിൻ മണീസിൻ്റെ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഉൻകെ ജീവൻ സ്തർമേം സുധാർ ഹോത്തെ ഹെ. അത്തരത്തിലുള്ള ഫോറിൻ മണി വരുമ്പം ആൾക്കാരുടെ അത് അനുഭവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് ഒന്നുകൂടി ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഐ-ടി പാർക്ക് പ്രശിക്ഷൺ और कौशल विकास कार्यक्रमों का आयोजन करता है. ഐ-ടി പാർക്ക് ട്രെയിനിങ് അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജിസ് സ്ഥാനീയ, അതിലൂടെ സ്ഥാനീയ ലോക്കൽ പീപ്പിൾസിന് സാധാരണ ഇവിടെയുള്ള ആളുകൾക്ക് പുതിയ സ്കിൽസ് പഠിക്കാനും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ജോലി നേടാനും വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നു. ഐ-ടി പാർക്ക് അക്സർ നയി ഷഹരി കേന്ദ്രവും കെ രൂപമേ വികസിത് ഹോത്തെ ഹെ. ഐ-ടി പാർക്ക് പലപ്പോഴായിട്ടും നഗര കേന്ദ്രങ്ങളുടെ രൂപത്തിൽ വികസിക്കപ്പെടുന്നുണ്ട്. ജിൻമേം ആധുനിക് ആവാസ്, ശിക്ഷ और സ്വാസ്ഥ്യ സുവിധായും ഹോത്തി ഹെ. ഇതിൽ പുതിയതായിട്ടുള്ള എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന അന്യമഹത്വപൂർണ്ണ ഐ-ടി പാർക്ക്. പിന്നീട് വരുന്നത് മെയിനായിട്ടുള്ള
മറ്റ് ഇത് കൂടാണ്ട് ബാക്കി വരുന്ന ഐ ടി പാർക്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ടെക്നോ പാർക്ക് തിരുവനന്തപുരം. ഈ ഐ ടി പാർക്കിൻ്റെ ഒക്കെ പേര് പഠിച്ചു വെക്കണേ, എല്ലാ നെയിംസും നോട്ട് ചെയ്ത് വെക്കണം. ടെക്നോ പാർക്ക് തിരുവനന്തപുരം ആണ് ഇത്. ये एक और महत्वपूर्ण ഐ ടി പാർക്ക് തിരുവനന്തപുരത്തുള്ള വികസിച്ച് വരുന്ന മറ്റൊരു ഐ ടി പാർക്കാണിത്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഐ ടി और ज्ञान आधारित ഉദ്യോഗവും के लिए जगह होती है. ഇതെന്ന് പറയുന്ന ഐ ടി അതുപോലെ തന്നെ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഒരു ഏരിയ ആയിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ ടെക്നോ പാർക്ക് കൊല്ലമാണ് അടുത്തത്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐ ടി പാർക്കാണ്. ഇനി ഐ ടി പാർക്കിൽ സ്ഥിതി കമ്പനിയോ കേവൽ കേരളക്ക് ഇനി പറയുന്നത് ഈ ഐ ടി പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനികൾ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് കേരളത്തിൻ്റെ അർത്ഥവ്യവസ്ഥയിലൊക്കെ ഒരുപാടധികം കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. പിന്നെ ഇവരുടെ യോഗ്ദാൻ എന്ന് പറഞ്ഞ കോൺട്രിബ്യൂഷൻസ് ആണ് കേട്ടോ. പിന്നെ ബൽക്കി രാജ്കോ ഭാരത് കി ഏക പ്രമുഖ പ്രൗദ്യോഗിക അപ്പം നമ്മുടെ സ്റ്റേറ്റിന് ഇന്ത്യയിൽ തന്നെ പ്രമുഖമായിട്ടുള്ളൊരു എന്താ പറയുക ടെക്നോളജിയുടെ ഹബിൻ്റെ രൂപത്തിൽ സ്ഥാപിക്കുന്നതിൽ ഇവർക്കൊക്കെ വലിയ ഒരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ പാർക്ക് കുശൽ പേശീവരവും കരിയറും അതുപോലെ തന്നെ ഈ പാർക്ക് എന്ന് പറയുന്ന സ്കിൽഫുൾ ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ജോലി നേടിക്കൊടുക്കാനുള്ള അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നവാചാർ ഇന്നോവേഷൻസ് അതുപോലെ തക്നീക്കി പ്രഗതി അതായത് ടെക്നോളജിയുടെ ഒക്കെ പ്രോഗ്രസ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്.